എന്റെ ആങ്ങളമാരാണ്. ഇങ്ങണ്ടല്ലേ ഹലോ, എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലോട്ട് വീണ്ടും സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്ന് എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചീൻ്റെയും വിവാഹ വാർഷികമാണ്. വൈകുന്നേരമാണ് ആഘോഷിക്കണേ. അപ്പോൾ കാലത്ത് തന്നെ ഞാനും എൻ്റെ അനിയത്തി കൊച്ചും കൂട്ടിയിട്ട് ജയലക്ഷ്മിയിലോട്ട് വന്നു കേട്ടോ, തൃശ്ശൂർ. അപ്പം നല്ല സാരികളൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ നല്ല നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് സെമി ജൂട്ടിൽ പെട്ട സാരിയാണ്. എല്ലാ സാരികളും നല്ല സാരികളായിരുന്നു. പക്ഷേ എനിക്കിതിലൊരെണ്ണം ഇഷ്ടപ്പെട്ടു. ഒരു നേവി ബ്ലൂവും ഒരു ലൈറ്റ് ഗ്രീനും മുന്താണി വരുന്നത്. എൻ്റെ ദൈവമേ, നല്ല സാരിയായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ടെസറിലൊക്കെ പെട്ട സാരി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ടെസറിൽ പെട്ട സാരി എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. പക്ഷേ ഈ സാരി നല്ല സാരിയാണെന്നൊക്കെ ഞാൻ അമ്മോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും അമ്മയ്ക്ക് തോന്നുകയാണെങ്കിൽ പോയി എടുക്കട്ടെ എന്ന് വിചാരിച്ചു. പറയാതിരിക്കാൻ വയ്യാട്ടോ, ഞങ്ങൾക്ക് സാരി എടുത്ത് തരാനായിട്ട് വന്ന ചേച്ചി നല്ല ക്ഷമയുള്ള നല്ലൊരു ചേച്ചിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നല്ല പ്ലസൻ്റായിട്ട് ഞങ്ങളെ ഹാൻഡിൽ ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ചേച്ചിയുടെ സർവീസ്. അതെടുത്തോ, സിൽവർ ചെരിയായിട്ട് വരുന്നതാണ്. സിൽവർ ബോർഡർ ആയിട്ട് വരുന്നതാണ്. ഇത് നമുക്ക് അങ്ങനെയല്ല, ഇത് കോപ്പർ വർക്കാണ് വരിക. അതിനേക്കാളും നല്ലത് ഇത് വരും, സിൽവർ അല്ല. അമ്മയ്ക്ക് സെമി ജൂട്ടും ടെസറും സെമി ടെസർ അങ്ങനത്തെ മെറ്റീരിയൽസൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ സെമി ജൂട്ടിൽ ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചു, ടെസറിലും പെട്ടത് സെലക്ട് ചെയ്ത് വെച്ചു. അവസാനം ഞാൻ എടുത്തത് ടെസറിൽ പെട്ട സാരി ആയിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഞാൻ വീഡിയോ കോൾ വിളിച്ച് കാട്ടി കൊടുത്തപ്പോൾ അമ്മയ്ക്ക് ഈ സാരി മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ആ സാരി ഞാൻ എടുത്തു. പിന്നെ ഇങ്ങനെ പോകുന്ന വഴിയിലൊക്കെ നല്ല നല്ല സാരികൾ കാണുമ്പോൾ ഞാൻ നിൽക്കും, എന്നിട്ട് നോക്കും. അതെനിക്ക് സാരി എടുക്കാനായിട്ട് അറിയില്ല എന്നുള്ളൂ, പക്ഷേ സാരികൾ കാണുമ്പോൾ ഇങ്ങനെ നോക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പല വെറൈറ്റി മോഡൽ സാരികളൊക്കെ ഉണ്ട് കേട്ടോ. സാരി എടുക്കാൻ അറിയുന്നവർക്കൊക്കെ നല്ല കളക്ഷനാണ് ഇവിടെ എന്ന് തോന്നുന്നു. അത്രയും നല്ല നല്ല സാരികൾ ഞാൻ ഈ പോകുന്ന വഴിക്ക് തന്നെ കണ്ടു. നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം വൈകും. അപ്പോൾ അതുകൊണ്ട് നോക്കണം എന്നില്ല, ഒരുപാട് കടകളിലേക്ക് എനിക്ക് കയറാനായിട്ടുണ്ട്. അതുകൊണ്ട് നേരം ചിറ്റിയ പണിയാവും. അതെ, അപ്പച്ചൻ അമ്മയ്ക്ക് ഞാൻ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് എടുക്കാൻ വന്നേക്കാണ് ജയലക്ഷ്മിക്ക്. ഇത് ശ്രുതിക്കുട്ടി ഉണ്ട് കൂടെ. നിന്നെ കാട്ടില്ലല്ലോ? ഞാൻ കണ്ട്, ഞാൻ മറ്റേ ക്യാമറയിൽ എടുത്തു. അമ്മേടെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. ഇനി അപ്പച്ചനുള്ള പർച്ചേസിങ് ആണ്. അപ്പച്ചന് ഷർട്ടിൻ്റെ തുണി മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അപ്പച്ചന് ഇങ്ങനെ പോക്കറ്റൊക്കെ അത്യാവശ്യം വലിപ്പത്തിലൊക്കെ തയ്പ്പിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ റെഡിമെയ്ഡ് വേണ്ടാന്ന് പ്രത്യേകം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അപ്പച്ചനൊരു തുണി വാങ്ങാൻ വെച്ചിട്ട് പോയത്, ഒരു തുണി വാങ്ങാൻ വെച്ചിട്ട് പോയത്. പക്ഷേ ബഡ്ജറ്റ് നോക്കിയപ്പോൾ 2 ഷർട്ടിൻ്റെ തുണി വാങ്ങാനായിട്ടുള്ള പൈസ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ഷർട്ടിൻ്റെ തുണിയും അതിന് മാച്ച് ചെയ്തിട്ടുള്ള മുണ്ടും വാങ്ങി. പിന്നെ കണ്ണാട കണ്ടു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാനും ശ്രുതിക്കുട്ടിയും കൂടി പോസ് ചെയ്തു. കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ അവിടുത്തെ ഒരു ചേച്ചി വന്ന് പറഞ്ഞു ഇവിടെ വീഡിയോസൊന്നും അലോഡല്ല, അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കരുതെന്ന് പറഞ്ഞു. നമ്മൾ വാങ്ങി കഴിച്ചു. അങ്ങനെ ആനിവേഴ്സറി പർച്ചേസിങ് കഴിഞ്ഞു കേട്ടോ. മൊത്തം 4 കവറുണ്ട്. അമ്മയ്ക്കും അപ്പച്ചനൊക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം ഞാൻ കേട്ടോ എൻ്റെ ഗിഫ്റ്റ്. ഹലോ, ഇന്നേ എൻ്റെ അമ്മേൻ്റെയും അപ്പച്ചൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി 35th 35ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഒട്ടും പ്രതീക്ഷയില്ല, പെട്ടെന്നായിരുന്നു തീരുമാനം. അപ്പോൾ എന്തായാലും ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ അനിയത്തിയുടെ വീടിൻ്റെ മുകളിലാണ്. വലിയ ആഡംബരമൊന്നുമല്ല, എന്നാലും കുഞ്ഞു രീതിയിലൊരു ആഘോഷം ഉണ്ടാകും. അപ്പം എല്ലാവരോടും 6:30 വരാനാണ് പറഞ്ഞത്. കാരണം 7 മണിക്കെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നേരത്തെയൊക്കെ വന്നു. പക്ഷേ ഞങ്ങൾ നേരം വൈകി ഒരു 7 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചത് കേട്ടോ. പക്ഷേ എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല. എന്നാലും എല്ലാവരും എത്തിയിട്ടാണ് ഞങ്ങൾ കേക്ക് മുറിച്ചത്. അല്ലെങ്കിൽ തീരെ ആൾക്കാരില്ലാണ്ടായി പോകുമല്ലോ.
എൻ്റെ മമ്മിയും എൻ്റെ വല്യമ്മകൾ അങ്ങനെ ഒരുപാട് പേര് വന്നിരിക്കുന്നുണ്ട്. അതെ, ആ സാരി എടുത്ത് മുന്തിരി കളർ സാരി എടുത്ത് നിൽക്കുന്നതാണ് കേട്ടോ എൻ്റെ അമ്മ. അമ്മേനെ സുന്ദരിയാക്കിയിട്ട് ഞാൻ മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷം. എല്ലാ പിള്ളേരും ഒരുമിച്ച് കാണുമ്പോൾ ഓടി കളിക്കലും ബഹളമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും നേരെ വൈകി എത്തണതാണ് എൻ്റെ അപ്പച്ചൻ. പക്ഷെ അപ്പച്ചൻ്റെ ഒരു സുദിനമായ കാരണം അപ്പച്ചൻ നേരത്തോടുകൂടി എത്തി. ദേ ഈ ചുരിദാറിട്ട് നിൽക്കുന്നതാട്ടോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് റിജി. അതൊരു അവളുടെ മോളാണേ. അങ്ങനെ അപ്പം ഞങ്ങളുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എല്ലാ പരിപാടികളും തുടങ്ങണേക്കാളും മുന്നേ പ്രാർത്ഥന അത്യാവശ്യമായതുകൊണ്ട് താഴെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും മുകളിലോട്ട് കയറാനുണ്ട്. മുകളിലാണ് നമ്മൾ പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കണേ. അവിടെയാണ് കുഞ്ഞൊരു സ്റ്റേജൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഡബിൾ ലെയർ കേക്കും പറ്റുന്ന പോലെ ചെറിയ ഒരു അറേഞ്ച്മെൻറ്റൊക്കെ ഞങ്ങൾ 3 മക്കളും കൂടി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പച്ചനും അമ്മയ്ക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഈ കുഞ്ഞു പരിപാടി കേട്ടോ. അപ്പച്ചൻ പറഞ്ഞാൽ ഒരുപാട് പൈസ ചിലവായിട്ടുണ്ടെന്ന്. പക്ഷേ അധികം പൈസയൊന്നും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവൊന്നും ആയിട്ടില്ല. 3 പേരും കൂടി ഒരുമിച്ച് ഷെയർ ചെയ്യുമ്പോൾ വലിയ പൈസയൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും ഇവിടെ വന്നു ചേർന്നില്ല. എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയാണ്. അപ്പം പരിപാടി ആദ്യം തന്നെ മെഴുകുതിരി തെളിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അങ്ങനെ പരിപാടിയൊക്കെ ഇവർ തിരി തെളിയിച്ച് ആഘോഷകരമായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കൂടെ ഞങ്ങളും ഞങ്ങളുടെ ഹസ്ബൻഡുമാരും എല്ലാവരും തിരി തെളിയിച്ചു. പിന്നെ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ ചടങ്ങുകളൊക്കെ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതായത് പണ്ടൊക്കെ ഇവർ കരിക്കിലായിരുന്നല്ലോ ഇവർ കല്യാണത്തിൻ്റെ സമയത്ത് അങ്ങനെ കുടിച്ചിരുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിനൊക്കെ ഇപ്പോൾ വൈനാണ് കുടിക്കുക. കൈ 2 ടോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ കുടിക്കുക. ഈ പണ്ട് ഇവരുടെ കാലത്ത് അത് ഈ വൈനിന് പകരം കരിക്ക കുടിച്ചിരുന്ന. കരിക്കിൽ ചിലപ്പോൾ ഉപ്പിട്ടിട്ട് അങ്ങനെയൊക്കെ. ഞങ്ങൾ ഉപ്പിടാനൊന്നും നിന്നില്ല, കരിക്ക് കുടിച്ചു. പിന്നെ മുല്ലമുട്ടുമാല അത് 2 പേരും അങ്ങോട്ട് ഇങ്ങോട്ട് അണിയിപ്പിച്ചു. അങ്ങനെ കുഞ്ഞു കുഞ്ഞു രസകരമായിട്ടുള്ള കുറച്ച് ചടങ്ങുകളൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഈ ഫംഗ്ഷൻ. കേക്ക് മുറി പിന്നെ എല്ലാ ഫംഗ്ഷനും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കുറച്ച് കീശ കേക്ക് എടുത്തിട്ട് അപ്പച്ചനും അമ്മച്ചിക്കൊക്കെ വായിൽ വെച്ച് കൊടുത്തു. എന്താ പറയുക, അവരൊക്കെ ഭയങ്കര ഹാപ്പിയായി. ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം അപ്പച്ചനോടും അമ്മച്ചിയോടൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് ഹാപ്പി ആയ, നിങ്ങൾക്ക് സന്തോഷമായ? ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഉള്ളു തുറന്നവരത് പറയുമ്പോൾ നമ്മുടെ മനസ്സങ്ങോട്ട് നിറയും. കാരണം അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അവരുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക. നമുക്ക് കണ്ട ദൈവമാണ് നമ്മുടെ മാതാപിതാക്കൾ. അവർക്ക് പല കുറവുകളൊക്കെ ഉണ്ടാവുന്നേ, പക്ഷെ അത് ദൈവം അറിയാണ്ട് നമുക്കങ്ങനെ തരത്തില്ലല്ലോ. അതുകൊണ്ട് അവരേത് അവസ്ഥയിലാണോ ആയിരിക്കുന്നത് ആ അവസ്ഥയിൽ തന്നെ അവരെ സ്നേഹിക്കണം. അതുപോലെ ഇവരെ മാത്രമല്ല കേട്ടോ. അപ്പം നമ്മുടെ ജീവിത പങ്കാളി ആയിക്കോട്ടെ, നമ്മുടെ മക്കളെ ആയിക്കോട്ടെ, നമ്മുടെ മദർ ഇൻ ലോ ഫാദർ ഇൻ ലോ ആയിക്കോട്ടെ, അവരായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അവരെ സ്നേഹിച്ചാൽ മതി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലി. എൻ്റെ അമ്മയ്ക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പെൺകുട്ടികളായിപ്പോൾ ഒരു ആൺകുട്ടി ഇല്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞിട്ട് എന്നും വിഷമം പറയും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങളോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടൊന്നുമല്ല. കാരണം വയസ്സാം കാലത്ത് ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ ഞങ്ങൾ നോക്കുമല്ലോ. പക്ഷേ ഞാനൊരു സത്യം പറയട്ടെ, ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഭർത്താക്കന്മാർ അങ്ങനെ അമ്മേനെ അപ്പച്ചനെയും നോക്കാനായിട്ട് അങ്ങനെ മടിയോ അങ്ങനെയുള്ളവരല്ല കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ദൈവത്തിനോട് നന്ദി പറയാണ്, ഇങ്ങനത്തെ 3 മക്കളെ ഞങ്ങൾക്ക് തന്നതിനോർത്ത്, ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നതിനോർത്ത് കേട്ടോ. എനിക്കിപ്പോൾ വളർന്ന് വലുതായി ബോധം വെച്ചപ്പോൾ ഞാൻ എൻ്റെ അമ്മോട് പറയും, അമ്മ എന്തിനാ വിഷമിച്ചിട്ടുണ്ടായിരുന്നേ? 3 പെൺകുട്ടികളായ എന്താ? പെൺകുട്ടികൾ അസലായിട്ട് ഇപ്പോൾ കുടുംബം നോക്കുന്ന എത്രയോ പേരുണ്ട്. പെൺകുട്ടികളൊക്കെ ഇപ്പോൾ വെൽ എഡ്യൂക്കേറ്റഡാണ്. ജോലി എടുത്ത് കഴിഞ്ഞാൽ അസലായിട്ട് കുടുംബം നോക്കാനായിട്ടുള്ള പ്രാപ്തിയൊക്കെ പെൺകുട്ടികൾക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും വിഷമിക്കൊന്നും വേണ്ട, അതിലൊന്നും കാര്യമില്ല, പണ്ടത്തെ പോലത്തെ ഒരു ചുറ്റുപാടല്ല ഇപ്പോൾ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പൊന്നാടാണ് ഇപ്പിച്ചു കേട്ടോ അപ്പച്ചനമ്മേനെയും. അതിപ്പോൾ ഒരു 35ാം വാർഷികത്തിൻ്റെ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ അപ്പച്ചനമ്മയ്ക്ക് ഓരോ പൊന്നാടൊക്കെ വാങ്ങി ഞങ്ങൾ അണിയിച്ച് കൊടുത്തു. പിന്നെ ഇവരുടെ പണ്ടത്തെ ഓർമ്മകളെ ഇവരുടെ ഓർമ്മയിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കരിക്ക് വെള്ളം അവർക്ക് കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ കുറേ കാലങ്ങളായി ഇങ്ങനത്തെ ഒരു ചടങ്ങ് കണ്ടിട്ട്. അപ്പോൾ എൻ്റെ ഐഡിയ ആയിരുന്നു കേട്ടോ കരിക്ക് വെള്ളത്തിൻ്റെ. ബാക്കിയെല്ലാ ഐഡിയ എൻ്റെ ഫെമിലി ആയിരുന്നു, ഈ ഐഡിയ എൻ്റെ ആയിരുന്നു. അവസാനത്തെ ചടങ്ങ് ഈ മുല്ലമൊട്ടുമാല കഴുത്തിൽ അണിയിക്കലായിരുന്നു കേട്ടോ. പിന്നെ ഏറ്റവും അവസാനം ഞങ്ങളെല്ലാ കുഞ്ഞുമക്കളുടെ കയ്യിൽ ഓരോ റോസാപ്പൂക്കൾ കൊടുത്തിട്ട് അപ്പാപ്പനും അമ്മാമ്മയ്ക്ക് കൊണ്ട് കൊടുക്കലായിരുന്നു അവസാനത്തെ ഒരു ചടങ്ങ്. അതോടുകൂടിയിട്ട് എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു. പിന്നെ അവസാനം പിന്നെ ഫോട്ടോ സെഷൻ ഉണ്ടല്ലോ, എല്ലാ കുഞ്ഞുമക്കളും കൂടിയിട്ടും ഞങ്ങളും പിന്നെ വന്ന എല്ലാ കസിൻസൊക്കെ കൂടിയിട്ട് ഫോട്ടോ സെഷനും അത്രയ്ക്കുണ്ടായിരുന്നുള്ള പരിപാടി കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഫുൾ ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ ഫുൾ ഫാമിലി ഫോട്ടോ എടുത്തു.
പിന്നെ കുറച്ച് നേരം ഫോട്ടോ സെഷനായിരുന്നു. എല്ലാവരും ഇവർ വന്ന് വിഷ് ചെയ്തു, ആശംസകളൊക്കെ പറഞ്ഞു. പിന്നെ അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെയുള്ള ഗിഫ്റ്റുകളൊക്കെ അവർ കൊണ്ടുവന്നു. ദേ ഈ നിൽക്കുന്ന ആളാണ് കേട്ടോ എൻ്റെ വല്യമ്മ, എൻ്റെ അമ്മേരെ ചേച്ചി. എന്നെ 3 വയസ്സ് തൊട്ട് നോക്കിയിട്ടുള്ള എൻ്റെ വല്യമ്മ. കാരണം എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മ രണ്ടാമത് പ്രഗ്നൻ്റ് ആയി. അപ്പോൾ വീട്ടിൽ നോക്കാൻ ആരില്ലാണ്ടായപ്പോൾ എൻ്റെ വല്യമ്മയാണ് വീട്ടിൽ കൊണ്ടുപോയി നോക്കിയത്. എനിക്ക് ഒരു അമ്മേരെ സ്ഥാനത്ത് തന്നെയാണ് കേട്ടോ എൻ്റെ വല്യമ്മ. എന്നെ അത്രയും പൊന്നു പോലെ നോക്കിയിട്ടുണ്ട്. വെക്കേഷനൊക്കെ വല്യമ്മേരെ വീട്ടിലേക്ക് നിൽക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ കരച്ചിലാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോഴേക്കും അപ്പച്ചൻ വരും എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വല്യമ്മേരെ വീട്ടിലോട്ട്. വല്യമ്മേരെ വീട്ടിലേക്ക് അപ്പച്ചൻ വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബാത്റൂമിലൊക്കെ കയറി ഒളിച്ച് നിൽക്കും. അങ്ങനെ ഒരു പ്രാവശ്യം ഒളിച്ച് നിന്നിട്ട് എന്നെ കാണണ്ട അപ്പച്ചൻ തിരിച്ചു പോയിട്ടുണ്ട്. എന്നിട്ട് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി കരച്ചിലൊക്കെ മാറ്റി വല്യമ്മ വേണം എന്നെ കൊണ്ടാക്കാൻ. ഇപ്പോഴും അത് പറയും വല്യമ്മ. കല്യാണം കഴിഞ്ഞിട്ടായാലും ഞാൻ വീട്ടിലേക്ക് നിൽക്കാൻ പോകുമ്പോൾ 2-3 ദിവസം ഞാൻ എൻ്റെ വല്യമ്മയുടെ അടുത്ത് പോയി നിൽക്കാറുണ്ട് കേട്ടോ. അതങ്ങനെ നിൽക്കാണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അന്നമ്മയും ആമിയും കൂടിയിട്ട് ഒരു ഡാൻസ് പതിവാണ് കേട്ടോ. ആമി എന്ന് പറയുന്ന എൻ്റെ ഫെമിയുടെ മൂത്ത മോളാണേ. അപ്പോൾ ഇവർ മുൻപ് തന്നെ പാട്ടൊക്കെ വെച്ച് പ്രാക്ടീസൊക്കെ ചെയ്യും ഡാൻസ്. എന്നിട്ട് ആ ദിവസത്ത് ഇങ്ങനെ കളിക്കും. വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തത് നെയ്ച്ചോറും ബീഫ് കറിയും തവ ഫിഷായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു ഫുഡിന്. ഞങ്ങൾക്ക് ഇന്ന് രാത്രി 11:15 ട്രെയിൻ. അന്ന് തന്നെ പോകണം. അതാണ് ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ നാട്ടിൽ വന്ന എൻ്റെ ആങ്ങളമാരാണ്. ഇന്നത്തെ ഒരു കൊച്ചു വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ടാറ്റ ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ട് ആരോഗ്യത്തോടെ ഇരിക്കുക. ബൈ.